നമ്മുടെ ശരീരത്തിന് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരു വൈറ്റമിൻ എന്നുള്ളത് വൈറ്റമിൻ ഡി ആണ്. രണ്ട് തരത്തിലാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. 80% വൈറ്റമിൻ ഡി കിട്ടുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. സൂര്യപ്രകാശം നമ്മുടെ ബോഡിയിൽ തട്ടുമ്പോൾ നമ്മുടെ കൊളസ്ട്രോൾ വൈറ്റമിൻ ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സൂര്യപ്രകാശം എന്ന് പറയുമ്പോൾ രാവിലത്തെ ഇളം വെയിൽ കൊണ്ടാൽ വൈറ്റമിൻ ഡി കിട്ടുന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. അതല്ല, ഉച്ചകത്തെ വെയിൽ തന്നെയാണ് വൈറ്റമിൻ ഡി ലഭിക്കണമെങ്കിൽ നമ്മൾ കൊള്ളേണ്ടത്. രാവിലെ ഒരു 11 മണി മുതൽ ഉച്ചൊരു 3 മണി വരെയുള്ള വെയിൽ തന്നെയാണ് വൈറ്റമിൻ ഡിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊള്ളേണ്ടത്. പിന്നെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നല്ല കടുത്ത ബോഡി പെയിൻ, മസിൽ പെയിൻ ആൻഡ് ബോൺ പെയിൻ ഉണ്ടാകും. അതുപോലെ കടുത്ത ക്ഷീണം ഉണ്ടാവും, മുടികൊഴിച്ചിൽ, അനിയന്ത്രിതമായിട്ടുള്ള മുടികൊഴിച്ചിൽ ഉണ്ടാകും. പിന്നെന്താ, രാത്രി ഉറക്കമില്ലായ്മ, ഡിപ്രഷൻ, ഇതെല്ലാം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയിൽ ഉണ്ടാവുന്നതാണ്. സോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ചെക്ക് ചെയ്തിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ്സ് അവൈലബിൾ ആണ്. ഈ സപ്ലിമെന്റ്സ് കഴിക്കുകയും നല്ല രീതിയിൽ ഒന്ന് വെയിലൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമുക്ക് നല്ല രീതിയിൽ കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്.